ഇപ്പോൾ റമദാനിൽ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ പുണ്യകരമായ കാര്യമാണല്ലോ. അപ്പോൾ ഈ കൂടുതൽ പുണ്യം കിട്ടാൻ വേണ്ടി ഇപ്പോൾ റമദാനിൽ ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് മറ്റ് മാസങ്ങളിൽ പുണ്യം ചെയ്യുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദാനധർമ്മം ചെയ്യൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ റമദാനിലേക്ക് പിന്തിക്കൽ, അത് മറ്റ് മാസങ്ങളിലൊന്നും ചെയ്യാതെ റമദാനിൽ ചെയ്യാൻ വേണ്ടി പിന്തിക്കൽ നല്ലതാണോ? എന്താണ് അതിൻ്റെ വിധി? അങ്ങനെ പിന്തിക്കുന്നതിന് ഒരു ന്യായമില്ല, അത് ശരിയുമല്ല. കാരണം ദാനധർമ്മങ്ങൾ എന്നത് റമദാനിൽ ചെയ്യുമ്പോൾ കൂടുതൽ പുണ്യമുണ്ട്, റമദാനിൽ കൂടുതൽ ചെയ്യാം. പക്ഷേ ആളുകളുടെ ആവശ്യം പരിഗണിച്ചു കൂടി ചെയ്യേണ്ട ഒന്നാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മസ്സായില ഫലാ തൻഹർ, ഖുർആൻ്റെ നിർദ്ദേശമാണ്. അനാഥകളെ നിങ്ങൾ ആട്ടിവിടാൻ പാടില്ല, ചോദിച്ചു വരുന്നവനെ നിങ്ങൾ വെറും കൈയോടെ മടക്കാനും പാടില്ല. അപ്പം നമ്മുടെ മുമ്പിൽ ആവശ്യക്കാർ വരും, അനാഥർ, വിധവകൾ, രോഗികൾ, അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. അവരൊന്നും റമദാൻ നോക്കി മാത്രമല്ല വരിക, അത് അപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, അത് അപ്പോൾ മാത്രം പരിഹരിച്ചാൽ മതി എന്ന് വെക്കാൻ പറ്റിയ കാര്യവുമല്ല. അതുപോലെ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാവും, ഭിക്ഷക്കാർ, ആവശ്യക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആ സമയത്ത് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ചെയ്യണം. അവിടെ നമ്മൾ മാന്യമായിട്ട് തന്നെ അവർക്ക് കൊടുക്കാവുന്നത്, നമ്മുടെ കയ്യിൽ ഇത്തിരി ഉണ്ടെങ്കിൽ ഇത്തിരി, ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി അതിന് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം ദാനധർമ്മങ്ങളും കാര്യങ്ങളും റമദാനിലേക്ക് മാറ്റിവെക്കുന്നതിനൊരു ന്യായവുമില്ല. റമദാന് നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യം ഇതാണ്. ഒന്ന്, നമ്മുടെ സക്കാത്ത് വർഷം പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് റമദാൻ അതിന് വർഷം കണക്കാക്കുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പോൾ റമദാനിലെ സക്കാത്ത് കൊടുക്കലും അതിൻ്റെ പുണ്യവും ആർജിക്കാം. റമദാനിൽ പ്രത്യേകമായി ദാനധർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യുകയും ചെയ്യാം. എന്നാൽ അതല്ലാത്ത സമയത്തും നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ റമദാനിലേക്ക് നീക്കിവെക്കുകയും അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തരാനില്ല, നീ റമദാനിൽ വാ എന്ന് പറഞ്ഞയക്കലും ഇസ്ലാമികമായി ശരിയല്ല. നമ്മൾ കുറ്റവാളികളായിത്തീരും. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ആവശ്യക്കാരെ പരിഗണിക്കാതിരുന്നാൽ കുറ്റമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നീ ചോദിച്ചു വരുന്നവരെ ആട്ടിയകറ്റല്ല, അനാഥരെ ആട്ടിയകറ്റല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ റമദാനിലേക്ക് മാറ്റിവെക്കുന്നതിനൊരു ന്യായവുമില്ല. റമദാനിൽ കൂടുതൽ ചെയ്യാം എന്നേ ഉള്ളൂ.